നല്ലൊരു വെയിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓരോ സമയത്ത് നമ്മൾ ഗൈനക്കോളജിസ്റ്റ് ചെല്ലുമ്പോഴും വെയിറ്റ് ചെക്ക് ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നേരത്തെയുള്ള വെയിറ്റ് എന്താണ്, ഇപ്പോഴുള്ള വെയിറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നോ എന്നുള്ള രീതിയിലുള്ളൊരു വെയിറ്റ് മാനേജ്മെൻറ്റ് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എപ്പോഴും പറയുന്നത് നമ്മുടെ ശരീരത്തെ നമ്മൾ ലിസൺ ചെയ്യണം, നമ്മൾ കേൾക്കണമെന്ന് പറയാം. ശരീരം എന്ത് കാണിച്ചാലും, സയൻസ് കാണിച്ചാലും അത് ഒതുക്കി വെക്കരുത്. കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ടയേർഡാവുകയാണ്, അല്ലെങ്കിൽ ഒരു ശരീരം കാണിക്കുന്ന ഒരു ടെമ്പറേച്ചർ വരുവാണ്. ഇതെല്ലാം അപ്പോഴപ്പോഴും അഡ്രസ്സ് ചെയ്യണം. എപ്പോഴും മൂവ്മെൻ്റ് ഉള്ളത് നല്ലതാണ്. കീപ് മൂവിങ്. നടക്കുകയും നിൽക്കുകയും പിന്നെ ഒക്കെ ചെയ്യാം, പക്ഷേ ഒരു ലോങ് പീരീഡ് അങ്ങനെ ചെയ്യാൻ പാടില്ല. എപ്പോഴും ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മൂവ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ എപ്പോഴും പറയും പ്രഗ്നൻസി ടൈമിൽ നീ പുറത്ത് പോകരുത്, അല്ലെങ്കിൽ ആരെയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണം. അങ്ങനെയില്ല. കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ഫങ്ഷൻസിനും എല്ലാ കാര്യത്തിലും എല്ലാവരുമായിട്ടും കണക്റ്റഡായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ ഏത് മൂവ്മെൻറ്റ് കിട്ടിയാലും ഏത് പാർട്ടി ആയാലും നിങ്ങൾക്ക് പോകുന്നതിനൊരു തെറ്റുമില്ല. പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ മൂവ്മെൻറ്റ്സ് വാച്ച് ചെയ്തോണം. ഡോക്ടറോട് തന്നെ ചോദിക്കണം, ഒരു മിനിറ്റിൽ എത്ര മൂവ്മെൻറ്റ് എനിക്ക് കിട്ടും, എന്ന് മുതൽ മൂവ്മെൻറ്റായി നമ്മൾ കൗണ്ട് ചെയ്യുക നല്ലതായിരിക്കും. മൂവ്മെൻറ്റ് കുറയുമ്പം ഡോക്ടറെ അടുത്ത് പോകണം. സംബന്ധിച്ച് പറയാറുണ്ട്. നല്ല കംഫർട്ടബിളായിട്ടുള്ള ടൈറ്റ് ഡ്രസ്സിന് പകരം ചൂടധികം നിൽക്കാത്ത രീതിയിലുള്ള, വെറ്റാവാത്ത രീതിയിലുള്ള നല്ല ഡ്രസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ ഈ കാൽസ്യം, അയൺ എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആദ്യം പറഞ്ഞു. സപ്ലിമെൻറ്റ്സും ഉണ്ട്. അത് നമ്മൾ കഴിക്കുന്ന ഇതിനകത്ത് ഒരുപാട് കാൽസ്യവും അയണും ഉള്ളതുണ്ട്. അതായത് നമ്മുടെ മിൽക്കിൽ നിന്ന് കിട്ടുന്ന ഡയറി പ്രോഡക്ട്സ് ഉണ്ട്. പിന്നെ വെജിറ്റബിൾസ്, ഗ്രീൻ ഉള്ള വെജിറ്റബിൾസ് എല്ലാം ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഇതിലൊക്കെ ഉപരി നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക. പല മെത്തേഡുണ്ട്. ഇപ്പോൾ വീഡിയോസ് ഉണ്ട്. പ്രഗ്നൻസിയെ എങ്ങനെ നേരിടാം, പ്രഗ്നൻസി ടൈമിൽ എങ്ങനെ മൂവ് ചെയ്യാം, ഒരു ഡെലിവറി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള എഡ്യൂക്കേഷൻ സ്വയമായിട്ടും ബുക്സ് വായിച്ചുമൊക്കെ. അപ്പം നമുക്ക് നമ്മളെയും നമ്മുടെ കുഞ്ഞിനെയും കെയർ ചെയ്യാൻ പറ്റും. പിന്നെ സൺസ്ക്രീനിനെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്. നമ്മൾ പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ ചില ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹോർമോൺസ് നമ്മുടെ സ്കിന്നിലൊക്കെ കറുപ്പൊക്കെ ഉണ്ടാക്കും, നമ്മുടെ മുഖത്തിലൊക്കെ കറുപ്പ് തോന്നാം. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് സൺസ്ക്രീൻ ഒരു പരിധിവരെ ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ വേണം. ഈ ബർത്തിന് വേണ്ടി നമ്മുടെ ബോഡി പ്രിപ്പയർ ചെയ്യുന്ന പോലെ മൈൻഡും അതിനുവേണ്ടി ഒരു പ്ലാനിങ് ഉണ്ടാവണം. ചിലപ്പോൾ നോർമലാവും, ചിലപ്പോൾ സിസേറിയൻ ആവും. വാട്ട് എവർ ഇറ്റ് മേ ബി, ഞാനത് ഫേസ് ചെയ്യും എന്നുള്ളൊരു പ്രിപ്പറേഷൻ. അപ്പം നമ്മൾ ആ വേദനകളൊക്കെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. എപ്പോഴും പോസിറ്റീവായിരിക്കുക, എപ്പോഴും പോസിറ്റീവ്. ഒരു നെഗറ്റിവിറ്റി അങ്ങനെ വന്നാൽ, സർജറി ചെയ്താൽ, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ വന്നാൽ, കുട്ടി പുറത്ത് വന്നില്ലെങ്കിൽ എന്നൊക്കെ വരുന്നുള്ള ആ ടെൻഷൻസ് അങ്ങ് മാറ്റി വെക്കുക. ഇപ്പോൾ ഈ 20 പോയിൻറ്റ് നിങ്ങൾ കൃത്യമായും ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി പുറത്ത് വരുന്ന ആ ബണ്ടിൽ ഓഫ് ജോയ് ഭയങ്കര ഹെൽത്തി ആയിരിക്കും. താങ്ക് യു.